നമസ്കാരം. നടൻ മുകേഷിനെതിരായിട്ടുള്ള പരാതികൾ കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും CPM സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മുകേഷിനെ CPMന് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. ഉടൻ തന്നെ രാജിവെക്കും, അദ്ദേഹം ഈ നയരൂപീകരണ സമിതിയിൽ നിന്നും രാജിവെക്കും എന്നത് നിശ്ചയമായി കഴിഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടേ എന്നതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെ വല്ലാതെ തർക്കം നടക്കുന്നു. പ്രധാനമായിട്ടും കൊല്ലം ജില്ലാ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം കൂടുന്നുണ്ട്. അവര് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ, റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ പാർട്ടിക്കകത്ത് മുകേഷിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കുറേ കാലമായിട്ട് ശക്തമായിരിക്കും. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ മുകേഷിന്റെ നടപടിക്രമങ്ങൾ, മുകേഷ് MLA ആയി വന്ന സമയം മുതൽ തന്നെ പാർട്ടിക്ക് തലവേദനയാണ് എന്ന് തന്നെയാണ് CPMലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ അന്നും ഇന്നും പാർട്ടിയിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം MLA ആദ്യഘട്ടത്തിൽ MLA ആയപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. അവര് ഞങ്ങളുടെ MLA കാണാനില്ല, കണ്ടുകിട്ടണം, എത്തിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി വളരെയധികം വൈതരണികൾ ഈ മുകേഷിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് പാർട്ടിക്ക് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. ആ മുകേഷിനെ ഇനി കൂടുതൽ ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള നല്ല ഒരു വിഭാഗം CPM പ്രവർത്തകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിച്ചു നിർത്താനുള്ള CPMന്റെ തന്ത്രങ്ങൾ മുഴുവനും പാളും എന്നാണ്. ഹൈക്കോടതി എന്താണ് നടപടിയെടുക്കാൻ പോകുന്നത്, ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചിട്ട് രാജി മതി എന്ന തരത്തിലാണ് CPM നിലപാടെടുത്തെങ്കിൽ പോലും അത് കഴിഞ്ഞപ്പോഴേക്കും ആരോപണങ്ങളുടെ കെട്ടഴിഞ്ഞു വീഴുകയാണ്. അല്ലെങ്കിൽ ഈ ഹേമ കമ്മീഷൻ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരല്ലാത്തവർ പോലും പരസ്യമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മുഖം കാണിച്ചുകൊണ്ട് പേരെടുത്തു പറഞ്ഞ്, പ്രത്യേകിച്ച് മുകേഷിനെതിരായിട്ട് പറഞ്ഞത് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സന്ധ്യ എന്ന ഒരു വിദ്യാസമ്പന്നയായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് രാവിലെ മുതൽ അവർ പറയുന്നുണ്ട്. കൃത്യമായിട്ടും മുകേഷ് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ എത്തുകയും എങ്ങനെയൊക്കെയോ ആ വീട് കണ്ടുപിടിച്ച് അഡ്രസ്സ് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചെടുത്തിട്ട് അവിടെ നിന്ന് നേരിട്ട് അവിടെ വരികയും എൻ്റെ സുഹൃത്തിനെ അതായത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എൻ്റെ കൂടെ വരാൻ താല്പര്യം കാണിച്ച എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടെ എത്തുകയും ആ കുട്ടിയെ കാണണമെന്നും സിനിമയിലൊരു റോള് കൊടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ആ വീട്ടിൽ വരികയും വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അമ്മയുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില ചേഷ്ടകളും കാണിച്ചു എന്നും അവസാനം അമ്മ അവിടെ നിന്ന് ആട്ടിപ്പായച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് തല്ലുകൊടുത്തില്ല എന്നുള്ള ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിട്ടു എന്നും ഉള്ള ആരോപണമാണ് ഇപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുകേഷിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുകേഷിന് ഇനി രഞ്ജിത്ത് പിടിച്ചു നിന്നത് പോലെ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സജീവ് ചെറിയാൻ പിന്തുണ നൽകിയതുപോലെ ഒരു പിന്തുണ CPM മുകേഷിന് നൽകുന്നില്ല. പക്ഷേ CPM ഒരു നിലപാടെടുത്തിരിക്കുന്നു. അതായത് ഇതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുള്ള പല MLA-മാർക്കെതിരെയിട്ടും UDF-ലെ MLA-മാർ പ്രധാനമായിട്ടും എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ വിൻസെന്റ് കോവളത്തെ MLA ആയ വിൻസെന്റ്, ഇവർക്കെതിരായിട്ടൊക്കെ ആരോപണം വന്നിട്ട് എന്തുകൊണ്ട് അവർ രാജിവെച്ചില്ലല്ലോ, പിന്നെ മുകേഷിനെ രാജിവെക്കുന്നു എന്നാണ് CPM ഇതിന്റെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വം ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ LDF-ഉം UDF-ഉം ഒന്നു തന്നെയാണോ, LDF-ഉം UDF-ഉം ഒരുപോലെയാണോ എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ജനങ്ങളുടെ കാഴ്ചപ്പാടിലും ജനങ്ങളുടെ വിശ്വാസങ്ങളിലും ജനങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ചേർന്ന് നിൽക്കുന്നതും പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്നും അതുകൊണ്ട് UDF അല്ല LDF എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ UDF തന്നെയാണ് LDF എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ്. UDF MLA-മാർ രാജിവെച്ചില്ലല്ലോ, പിന്നെ എന്തിന് LDF MLA ആയ മുകേഷ് രാജിവെക്കണമെന്ന് ചോദിക്കുന്നതിൽ ഉറഞ്ഞു കിടക്കുന്നത് എന്നും ഉള്ള ആരോപണം ഉയർന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. LDF-ന്റെ MLA ഒരു കുഴപ്പം കാണിച്ചാൽ UDF-കാർ അതേ കുഴപ്പം കാണിച്ചപ്പോൾ രാജിവെച്ചില്ലല്ലോ, പിന്നെ എന്തിന് രാജിവെക്കണമെന്ന് ചോദിക്കുന്നത് അന്യായമാണ്.
എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് ചേർന്നതല്ല? അത്തരത്തിലൊരു നിലപാട് LDF പ്രത്യേകിച്ച് CPM എടുക്കുന്നത് ശരിയായ, ജനങ്ങളിൽ നിന്നും അകന്നു മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ LDF-ഉം UDF-ഉം തമ്മിലുള്ള അതിരുകളില്ലാതാകുന്നു, അവിടെ ആ അതിരുകൾക്കില്ലാതെ രണ്ടും ഒരുപോലെ ആയിരിക്കുന്നു എന്ന ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. എന്തായാലും മുകേഷിന് കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നയരൂപീകരണ യോഗത്തിൽ MLA എന്നുള്ള നിലയിൽ, ഒരു സിനിമാ രംഗത്തുള്ള ഒരു MLA എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയതിൽ അപാകതയില്ല. പക്ഷേ ഇനി ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് മുകേഷ് ആ നയരൂപീകരണ യോഗത്തിൽ ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് മാന്യതയല്ല. പ്രത്യേകിച്ച് പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞു, ഏതെങ്കിലും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഇരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആരോപണത്തെ നേരിടരുത്. മാന്യത ഉണ്ടെങ്കിൽ, മര്യാദ ഉണ്ടെങ്കിൽ, ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ച് മാറി നിന്നിട്ട് ആരോപണത്തെ നേരിടണം എന്ന് പൃഥ്വിരാജ് ഒരു അസന്നിഗ്ധമായ ഉറച്ച ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മുകേഷ് രാജിവെക്കും എന്ന് തന്നെയാണ് കാണുന്നത്. മിക്കവാറും ഇന്ന് തന്നെ മുകേഷ് നയരൂപീകരണ സമിതിയിൽ നിന്നും രാജിവെക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച മിനു മുനീറും അതുപോലെ ടെസ് ജോസഫും റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കാമെന്ന് പോലീസ് ഓഫീസർമാരോട് പറഞ്ഞിരിക്കുന്നു. ആ പരാതി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതുവരെ പോലീസിന് കേസെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നിലവിലുള്ള MLA-ക്കെതിരെ ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഒരു കേസെടുക്കുകയാണെങ്കിൽ പിന്നെ ആ MLA സ്ഥാനത്ത് ഇരിക്കുന്നതിൽ വളരെ ധാർമ്മികത ഇല്ലാത്തതായിരിക്കും. CPM-നുള്ള പാർട്ടിക്ക് ഇങ്ങനെ മുകേഷിനെ ഇനി കൂടുതൽ സംരക്ഷിക്കാൻ കഴിയില്ല. മുകേഷ് രാജിവെക്കുക തന്നെ ചെയ്യും. MLA സ്ഥാനവും അതിനു മുമ്പ് തന്നെ നയരൂപീകരണ സമിതിയും രാജിവെക്കും എന്ന് തന്നെയാണ് കരുതുന്നത്.